Hi dears, welcome back to Variety Recipes. ഇന്ന് ഞാൻ കപ്പപ്പൊടിയും ചോളപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് ഉണ്ടാക്കാറുണ്ട്. കറികളുടെ കൂടെ കഴിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ പപ്പടം, പഴം, ചായ ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കും. പക്ഷേ ഈ പുട്ട് കഴിക്കാനായിട്ട് നമുക്ക് കറിയൊന്നും വേണ്ട, വെറുതെ കഴിക്കാൻ പറ്റും. വെറുതെ കഴിച്ചാലേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പുട്ടാണ്, പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. എന്നാൽ ചോളപ്പൊടി കുറച്ച് റഫാണെങ്കിലും കപ്പയുടെ പൊടി ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു പുട്ടാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചോളപ്പൊടിയും കപ്പപ്പൊടിയുമാണ് വേണ്ടത്. ഒരു ബൗളിലേക്ക് ഈക്വൽ എമൗണ്ടിൽ 2 പൊടികൾ എടുക്കുക. ഞാനിപ്പോൾ ഓരോ കപ്പ് ചോളപ്പൊടിയും കപ്പപ്പൊടിയും ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ട് പൊടികളും മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് പുട്ടുപാകത്തിൽ പുരട്ടിയെടുക്കുക. സാധാരണ പുട്ടുപാകത്തിനേലും കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് വേണം ഇത് നനച്ചെടുക്കാനായിട്ട്. കൂടുതൽ നനഞ്ഞു പോകരുത്, കാരണം കപ്പപ്പൊടിക്ക് കുറച്ച് പശിമയുള്ളതാണ്, അതായത് പശപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നനഞ്ഞു പോയാൽ നമ്മൾ കണയിൽ പുട്ടുണ്ടാക്കുമ്പോഴേക്കും ആവി വരില്ല, താഴത്ത് തന്നെ ഇത് സെറ്റിൽ ചെയ്യും. കണയുടെ മുകളിലേക്ക് ആവി വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ട് വേണം നനച്ചെടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇടപ്പേര് ഇടാനുള്ള തേങ്ങയാണ്, ചിരകിയ തേങ്ങ. ഞാനിവിടെ ഒരു തേങ്ങയുടെ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്, അത് ഇഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, പൊടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുടത്തിൽ വെള്ളം ചൂടാക്കി പുട്ട് ചൂടാൻ വെക്കാം. ഞാനിവിടെ ഒരു പുട്ടുകുടത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ചൂട് കണയിലോട്ട് തന്നെ ഈ തേങ്ങയും പൊടിയും വാരിയിടാം. കട ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇത് വാരിയിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് തേങ്ങ ആദ്യം ഇട്ടിട്ട് പിന്നെ അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ പുട്ടുപൊടി വാരിയിടാം. കുറച്ച് പൊടി വാരിയിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ ഇടണ്ട കേട്ടോ. ഇടപ്പീരയ്ക്ക് കുറച്ച് മധുരമുള്ളത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ തേങ്ങയും പൊടിയും ഓൾട്ടർനേറ്റീവായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു കണയിൽ ഞാൻ ഫില്ലാക്കിയിട്ടുണ്ട്. ഏറ്റവും മീതെ വരുമ്പോഴേക്കും ഒന്ന് ലെവൽ ചെയ്തിട്ട് നമ്മൾ തേങ്ങ വെച്ച് കൊടുക്കുക, തേങ്ങാപ്പീര. അതിനുശേഷം മൂടി വെച്ചിട്ട് നമുക്ക് ആവി വരുന്ന കുടത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് മീഡിയം ഹീറ്റിൽ 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ആവി വരും. ആവി വന്നതിന് ശേഷം 1 മിനിറ്റ് മീഡിയം ഹീറ്റിൽ തന്നെ വെച്ചിട്ട് പിന്നെ 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആവിയിൽ വെച്ചാൽ നമ്മളുടെ പുട്ട് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മളുടെ ആദ്യത്തെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള പൊടിയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ആ 2 കപ്പ് പൊടി കൊണ്ട് 8 കഷ്ണം പുട്ടാണ് കിട്ടിയിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയൊരു പുട്ടാണിത്. വളരെ ഹെൽത്തിയാണ്, പ്രോട്ടീൻ കണ്ടൻറ്റ് ധാരാളം ഉണ്ട് ഈ 2 പൊടികളിലും. അതുകൊണ്ട് രാവിലത്തെ പുട്ടിന് ഇടയ്ക്ക് നിങ്ങളിത് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ഈ പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുട്ടാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.